എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്നദാനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട് ഇമെയിലിൽ. അതിന് ഉത്തരം പറയുന്നതിനോടൊപ്പം അതിന് ചില തെളിവുകൾ നമുക്ക് ഭഗവാനായിട്ട് തരുന്നത്, ഗുരുവായിട്ട് തരുന്നത് ബാബ, മോഹൻജി, ഇവരെല്ലാം ഒരേ കോൺഷ്യസ്നെസ്സിൻ്റെ പല രൂപങ്ങളാണ്. ഇവർ തരുന്ന ചില അനുഭവങ്ങളും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ അമ്മു കെയറിലേക്ക് പ്രത്യേകിച്ച് അന്നദാനം അല്ലെങ്കിൽ ഏതെങ്കിലും സേവ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാറുണ്ട്. അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, പ്രത്യേകിച്ച് എല്ലാവരും പറയാറുണ്ട് ഷിർദിയിൽ അന്നദാനം നടത്തുമ്പോൾ പാവപ്പെട്ട കുട്ടികൾ, അവിടെ ഷിർദിയിലെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾ അവർ പോയിട്ട് ക്യൂ ആയിട്ട് നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമവും തോന്നും. അതേസമയം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മളല്ല ചെയ്യിക്കുന്നത്, നമുക്ക് തരുന്നതും ഭഗവാനാണ്, കൊടുപ്പിക്കുന്നതും ഭഗവാനാണ്, വാങ്ങുന്നതും ഭഗവാന്റെ അംശമായിട്ടുള്ളവർ തന്നെയാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സേവയായിട്ടാണ് ചെയ്യുന്നത്. നാരായണ സേവ എന്നാണ് സത്യസായി ബാബ പറയാറ്. അപ്പോൾ ആ ഒരു അന്നദാനം ചെയ്ത് അത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഇതിപ്പോൾ രജനി എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരിയുണ്ട്, സായിബാബ മിറാക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിന് മുമ്പേ രജനി നമ്മുടെ ഗ്രൂപ്പിൽ വന്നയാളാണ്. കാരണം രജനിക്ക് ഒരു വർഷമേ ആയിട്ടുള്ളൂ രജനിയുടെ യുവാവായിട്ടുള്ള മൂത്ത മകൻ രാം വിനായകനെ നഷ്ടപ്പെട്ടു പോയിട്ട്. അപ്പോൾ ആ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. പ്രായപൂർത്തിയായ മകൻ, നമ്മുടെയൊക്കെ പ്രതീക്ഷയായിട്ടാണ് മക്കൾ വളർന്നു വരുന്നത്. ആ മകനെ പെട്ടെന്ന് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ രജനിയും കുടുംബവും തകർന്നു പോയി. രജനിക്ക് 2 മക്കളായിരുന്നു. ഒരു മൂത്ത മകനായിരുന്നു രാംവിനായകിനി, ഒരു മകനോ ആണ് ഉള്ളത്. അപ്പോൾ രജനി ആദ്യത്തെ പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ രജനിയുടെ സൗണ്ട് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നേ ഇല്ല. അത്രയും ദുഃഖത്തിലായിരുന്നു. കാരണം മകൻ നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് രജനിയോട് സംസാരിക്കുകയും രജനിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പതുക്കെ 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 നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോൾ ഇതുപോലെ തന്നെ സമാന ദുഃഖമുള്ള ചില സഹോദരിമാർ ആ ഗ്രൂപ്പിലേക്ക് വന്നു. രജനിക്കാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. രജനിയോട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ മറ്റു കുട്ടികളിൽ കാണാൻ ശ്രമിക്കൂ രജനി. അതാണ് എൻ്റെ കാര്യത്തിൽ മോഹൻജി എന്നോട് പറഞ്ഞത്. എല്ലാ മാസ്റ്റേഴ്സും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് സമാധാനം കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യൂ രജനി, കാരണം അന്നദാനം ചെയ്യൂ. ചെറിയ കുട്ടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അങ്ങനെ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. രജനി അത് അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനും അത് ചെയ്യാനുമുള്ള ഒരു മനസ്ഥിതി സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതില്ലാത്തവരും ഉണ്ട്. ഇവൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ചില അനുഭവങ്ങളും എനിക്കുണ്ടായി. അവർ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പോകും. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് അതിൽ താല്പര്യമില്ല. അവർക്ക് നമ്മളോട് കുറേ നേരം സംസാരിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, കുറച്ചൊക്കെ സംസാരിക്കാം, പക്ഷെ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങളും കൂടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പോയവരുമുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്ക് ഈശ്വരൻ സമാധാനം കൊടുക്കും. എത്രയായാലും ഒരു ദുഃഖം തന്നെയാണ്. പ്രത്യേകിച്ച് മക്കളെ നഷ്ടപ്പെടുന്ന അച്ഛനമ്മമാരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ രജനി ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ അമ്മു കെയർ ആംഗലിലാണ് അന്നദാനം നടത്തിയത്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ഫോട്ടോസ് രജനിക്ക് അയച്ചു കിട്ടിയപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ രജനി എന്നോട് പറഞ്ഞു, നോക്കുക എൻ്റെ മോൻ ചെറുപ്പത്തിൽ ഇരുന്നതുപോലെ തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നത്, അതേ ഹെയർ സ്റ്റൈലും അതേപോലെയൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയിൽ എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ബാബ കാണിച്ചു തരുന്നത് ചുറ്റുമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മുടെ കുഞ്ഞിനെ കാണാനായിട്ട്. പിന്നീട് ഒരിക്കൽ രജനിക്ക് ഞാൻ മൈത്രി ചെയ്യുകയുണ്ടായി. അപ്പോൾ മൈത്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കറുത്ത ഹുഡി, ഈ തലയിൽ കൂടി ഇടുന്ന വൂളൺ എന്താ പറയുക സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ഹുഡി, ആ ഹുഡി ഇട്ടിട്ട് ഒരാളെയാണ് എനിക്ക് ഇന്നർ വിഷനിൽ കാണാൻ പറ്റിയത്. അതിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രജനിയോട് ഞാൻ ചോദിച്ചു, ഇതുപോലെ കറുത്ത ഹുഡി ഇട്ട ഒരാളെ കാണുന്നു, ഫേസ് കാണുന്നില്ല, അതെന്താണെന്ന് രജനിയോട് ചോദിച്ചപ്പോൾ രജനി പറഞ്ഞു, എൻ്റെ മകൻ അങ്ങനെ ഒരു കറുത്ത ഹുഡി ഉണ്ട്, അതിട്ടിട്ട് അവൻ ഊട്ടിയിലോ മറ്റോ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോയാണ്, അതെൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാറുണ്ട്, അതെൻ്റെ മകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു മകൻ രജനിയുടെ ഒപ്പം ഉണ്ട്, രജനിയെ വിട്ടു പോയിട്ടില്ല മകൻ. രജനിയെ കൊണ്ട് ഇതുപോലെ ഒരുപാട് സേവകൾ ചെയ്യിപ്പിക്കുന്നത് മകൻ തന്നെയാണ്, സമാധാനമായിട്ടിരിക്കൂ, മകൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ രജനി വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. മകൻ്റെ പ്രസൻസ് പലപ്പോഴും മകനെ പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ ബട്ടർഫ്ലൈ ആയിട്ട് വന്നു, അത് പെട്ടെന്ന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ആത്മാവെന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ആത്മാവിൻ്റെ ലെവൽ അത് വലിയൊരു നല്ല പുണ്യാത്മാവായിരുന്നു. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ അവരുടെ മരണശേഷം അവരെങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മളിലൂടെ എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആത്മാവിൻ്റെ ഔന്നത്യം മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അമ്മു കെയർ. അമ്മു എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി 4 വയസ്സിൽ പോയി, എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ അമ്മു എന്ന് പറയുന്ന ആ കുഞ്ഞ് ഇന്ന് ലോകമെമ്പാടും ഒരുപാട് പേർക്ക് സഹായമായിട്ട് അതിനുള്ള പ്രചോദനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മു ഒരു കൃഷ്ണൻ്റെ അംശമായിരുന്നു എന്ന് മോഹൻജിയോട് പല ഗുരുക്കന്മാരും പറഞ്ഞിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറയും. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും കൃഷ്ണന്റെ അംശം തന്നെയാണ്. പക്ഷേ അത്രയും ഔന്നത്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും എത്രയോ രാജ്യങ്ങളിലെ എത്രയോ പേർക്ക് ഏതെല്ലാം തരത്തിൽ സഹായകമായിട്ട് തീരുന്നത്. അപ്പോൾ ഓരോരുത്തരിലൂടെയും ആ ഒരു ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രജനിയാണെങ്കിലും അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവകൾ ചെയ്യാറുണ്ട്. അത് ത്രൂ അമ്മു കെയർ പല സ്ഥലത്തേക്കും അന്നദാനം ചെയ്യാറുണ്ട്. ശ്രുതിയിലേക്ക് ഇപ്രാവശ്യം അതായത് ഈ ഒരു വാർഷികത്തിൽ എൻ്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് ഷിർദിയിൽ അന്നദാനം നടത്തിയിരുന്നു. അപ്പോൾ രജനി എന്നെ വിളിച്ചിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അതായത് ഷിർദിയിൽ അന്നദാനം നടത്തിയ വീഡിയോ രജനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ രജനി അത് മുഴുവൻ ഇരുന്ന് കണ്ടു. അപ്പോൾ അതിൽ ഒരു 3 മിനിറ്റ് 11 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു പയ്യനൊരു വെളുത്ത ഷർട്ടിൽ കറുത്ത പൂക്കളുമായിട്ട് പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം വരുമ്പോൾ ബാബയുടെയും മുഖം തെളിഞ്ഞു വരുന്ന ഒരു പശുവിൻ്റെ ഒരു അമ്മ പശുവിൻ്റെയും മുഖം തെളിഞ്ഞു വരികയാണ്. അപ്പോൾ രജനി അത് കണ്ടിട്ട് രജനി പറഞ്ഞു ദീപ എനിക്കൊരു മെസ്സേജ് അയച്ചു നോക്ക്, ഇതുപോലത്തെ തന്നെ ഒരു ഷർട്ട് എൻ്റെ മകനുണ്ട് വെളുത്ത. അപ്പോൾ അതേ സെയിം പ്രിൻ്റുള്ള ഒരു ഷർട്ട് എനിക്ക് എൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ഇതെൻ്റെ മകൻ്റെ ഷർട്ടാണ്, നോക്ക് അതേപോലത്തെ ഒരു ഷർട്ട് ഇട്ടേക്കുന്ന ഏകദേശം ആ പ്രായം വരും ഒരു യുവാവ് തിരിഞ്ഞു നിന്ന് അത് മേടിക്കുമ്പോൾ അപ്പോൾ മാത്രം ആ ഒരു വീഡിയോയിൽ തെളിഞ്ഞു വരുന്ന ഒരു ദൃശ്യമാണ് ബാബയും ഒരു അമ്മ പശുവും. അപ്പോൾ ഞാൻ രജനിയോട് പറഞ്ഞു ഇതൊക്കെ ബാബ തരുന്ന തെളിവുകളാണ്. ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഫോട്ടോയിൽ കണ്ടത്, പിന്നെ മൈത്രി ചെയ്തപ്പോൾ, പിന്നെ ശ്രുതിയിൽ അന്നദാനം നടത്തിയപ്പോൾ, രാമിനായൊക്കെ ഞാൻ പറഞ്ഞു ചില ആത്മാക്കൾ വളരെ സർവ്വവ്യാപിയായി മാറുകയാണ്. ഓരോ കുഞ്ഞുങ്ങളിലും അവരുണ്ട്, അവർ നമ്മോടൊപ്പം ഉണ്ട്, നമ്മളിൽ നിന്ന് അവർ പോയിട്ടില്ല. നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അവരാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവരാണ്, അതായത് നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ രക്ഷിക്കുന്നവനാണ് എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ നമുക്ക് താങ്ങുന്നുണ്ടല്ലോ, അത് ഈ ഒരു ജീവിതത്തിലേക്ക് മാത്രമാണ്. ചില പുത്രന്മാർ അതിനേക്കാളും വലിയ ഒരു മിഷനുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവർ നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യിക്കാനുണ്ട്. അത് അങ്ങനെ ആ സേവനം ചെയ്യിച്ച് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കാനുണ്ട്. അപ്പോൾ അവരുടെ വിയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റമാണ് അവർ എത്രത്തോളം വലിയ ഒരു സോളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മളെ ഒരു മുക്തിമാർഗത്തിലേക്ക്, അതും ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കാനാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ കർമ്മം കഴിഞ്ഞു ഭൂമിയിൽ. അവർക്കിനി അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ നമ്മളെ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് നമ്മളെ ഈ ഒരു പാതയിലേക്ക് എത്തിച്ചിട്ട് അവരവരുടെ കർമ്മം കഴിഞ്ഞു പോകും. അപ്പോൾ അവരെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയല്ല, അവരെന്ത് സേവയാണോ നമ്മളിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മനഃശാന്തിയും സമാധാനവും ലഭിക്കും. അതിന് ഒരുപാട് തെളിവുകൾ അവർ തരും. എൻ്റെ മകൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് തെളിവുകൾ അവർ തരും, കൂടെയുണ്ട്. ഈ ചെയ്യുന്നത് അവരറിയുന്നുണ്ട്, അവർക്ക് ആ ഒരു സന്തോഷമുണ്ടെന്ന് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ രാമിനായകിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുകയാണ്. രചന അയച്ചു തന്ന ഒരു ഷർട്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അന്നദാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗുരുക്കന്മാർ ഇങ്ങനെയൊക്കെ ഒരു ദുഃഖം വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ സേവ ചെയ്യൂ, ആ സേവയിലൂടെ നിങ്ങളുടെ ദുഃഖം മാറും എന്ന് പറയുമ്പോൾ അതിനൊരുപാട് മാനങ്ങളുണ്ട്. അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മമാണ് ഇല്ലാണ്ടാവുന്നത്. നമ്മൾ വേറൊരാൾക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ്. നമ്മുടെ ഉള്ളിലെ ബ്ലോക്കേജസ്, ആ ഒരു സെൽഫിഷ്നെസ് എല്ലാമാണ് ഇല്ലാതെയായി പോകുന്നത്. അപ്പോൾ ഈ രജനിയുടെ ഈ ഒരു അനുഭവം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. കാരണം ഏതെങ്കിലും ഒരു ദുഃഖം കൊണ്ട് നമ്മൾ കൃഷ്ണൻ പറയുന്ന പോലെ പലതരത്തിലാണ് ആൾക്കാർ എന്നിലേക്ക് എത്തുന്നത്. അത് ചിലർക്കൊക്കെ ദുഃഖം കൊണ്ട് എത്തുന്നതാണ്. ആ ദുഃഖം കൊണ്ടാണെങ്കിൽ പോലും കൃഷ്ണനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദുഃഖവും നമുക്ക്
ഇൻ ദ ലോങ് റൺ മുകളിൽ നിന്നുള്ള വ്യൂവിൽ, അത് വലിയ ഹയർ പെർസ്പെക്റ്റീവിൽ ആ ദുഃഖവും നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് രജനി എനിക്ക് അയച്ചു തന്നത്, മകൻ്റെ ഷർട്ട്. അപ്പോൾ ഇതേ ഡിസൈനുള്ള ഒരു ഷർട്ട് ധരിച്ചൊരു യുവാവ് ഭക്ഷണം കഴിക്കാൻ വരികയും അത് ആനിവേഴ്സറിക്ക് ആ സമയത്ത് തന്നെ ബാബയുടെ രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്യുമ്പോൾ അത് ഡിവൈൻ വില്ലെന്നല്ലാതെ എന്താ പറയുക. ഓം സായി രാം, ഓം സായി ശ്യാം, ഓം സായി ഭഗവാൻ. दाता सबसे महान, साई राम साई श्याम साई भगवान, शिरडी के दाता सबसे महान, करुणा के सागर दया निधान, शिरडी के दाता सबसे महान, साई राम साई श्याम साई भगवान, शिरडी के दाता सबसे महान. साई चरण की धूल को माथे जो लगाओगे, पुण्य चारों धाम का शिरडी में ही पाओगे, होगा तुम्हारा वही कल्याण, शिरडी के दाता सबसे महान, साई राम साई श्याम साई भगवान, शिरडी के दाता सबसे महान.